ഹലോ മക്കളെ, വെൽക്കം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് +2 സ്റ്റുഡൻസിന് റിവാലുവേഷൻ ഇല്ല. ഏതിനൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിൽ പലരും വിഷമിച്ചിട്ടുണ്ടാവും. ഇപ്പം ഡബിൾ വാല്യുവേഷൻ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇനി റിവാലുവേഷൻ പോസിബിൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 300 രൂപയാണ്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് കൂട്ടാൻ എന്നുള്ളതാണ് സിംപ്ലി ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു പോവാൻ. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റിവാലുവേഷൻ ഇല്ല, കാരണം ഡബിൾ വാല്യുവേഷൻ കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പം എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇംപ്രൂവ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് 500 രൂപ അടച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇംപ്രൂവ്മെൻറ്റിന് അപ്ലൈ ചെയ്യാം. ഡേറ്റ് ഇനിയുമുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് പറയാൻ കാരണം നിങ്ങൾ വിചാരിക്കുകയോ ഞങ്ങളിപ്പോൾ ഇത് എങ്ങനെയാണ് പഠിച്ചു തീർക്കുക, എത്രയും ഇല്ലേ? ഒരു ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം 1 മന്തോടെ നിങ്ങളെ കയ്യിലുണ്ട്. സോ നിങ്ങൾക്ക് ഈ 1 മന്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 80-ൽ 76 അല്ലെങ്കിൽ 70-ന് മുകളിൽ തന്നെ നിങ്ങൾക്ക് മാർക്കിലേക്ക് എത്താൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഡൗട്ടുണ്ട്, ഇതിപ്പം ഞങ്ങളെ കൊണ്ട് സാധിക്കും, ഞങ്ങളിപ്പം അങ്ങനെ ഒരു സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കും ഇതേപോലെ +2 പഠിക്കുന്ന കാലത്ത് ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കെമിസ്ട്രി ആയിരുന്നു അന്ന് ചെയ്തു. എനിക്ക് 3 മാർക്ക് മാത്രമായിരുന്നു കുറവ്. നമ്മൾ റിവാലുവേഷൻ ചെയ്തതിന് ശേഷം, ഇംപ്രൂവ്മെന്റ് ചെയ്തതിന് ശേഷം എനിക്ക് വെറും 3 മാർക്ക് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. 1 മന്തോളം, അന്നും ആ ഒരു 1 മന്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത്രയും നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിച്ചത് കൊണ്ട് മാത്രമാണ് ആ ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റിയത്. അപ്പം എല്ലാവർക്കും അതിന് സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് നിങ്ങളുടേതായ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക. നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് തന്നെ എത്താൻ പറ്റും. അതാണ് നമുക്കുള്ളൊരു വഴി. ഇംപ്രൂവ്മെന്റ് എക്സാമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ആ റിഗ്രറ്റ് ഉണ്ടാവില്ല, അയ്യോ ഇംപ്രൂവ് ചെയ്തല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഒരു സമയത്ത് പഠിച്ചത് കൊണ്ട് എനിക്ക് ഓക്കെ ആയി, ഇത്രയും മാർക്ക് കൂട്ടാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ അവസരങ്ങളൊന്നും പാഴാക്കരുത്. മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. നല്ലൊരു മാർക്കിലേക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റും. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇനി ബാക്കി മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവട്ടെ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ലൊരു കരിയർ തന്നെ ചൂസ് ചെയ്യുക. താങ്ക് യു മക്കളെ.